ഇന്നത്തെ സ്പെഷ്യലേ നെല്ലിക്ക ചമ്മന്തിയാണ്. ചൂട് കഞ്ഞിക്ക് സ്പെഷ്യൽ ചമ്മന്തി. അപ്പോൾ നമുക്കിന്ന് ചമ്മന്തി അരച്ചാലോ. ഇനി അതിലേക്കുള്ള നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരട്ടെ കേട്ടോ. അതിന് ശേഷം അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് റെഡി. ഇനിയിപ്പോൾ എന്താ വേണ്ടേ, അതിലേക്ക് നമുക്ക് നല്ല ഉപ്പും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും തേങ്ങയും. അപ്പം അതൊക്കെ അവിടെ റെഡിയാണ്. അതിന് ശേഷം നമ്മളിത് നെല്ലിക്ക നന്നായിട്ട് കഴുകി വാരിയതിന് ശേഷം കൊണ്ടുവന്നിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ്. അപ്പം മിക്സിയിലെ ജാറിലാണെങ്കിൽ നമുക്ക് ഇതിലും ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാൻ അമ്മിക്കല്ലിലാണ് അരയ്ക്കാൻ പോണേ, അതുകൊണ്ട് കുറച്ച് വലുതാക്കി എടുത്തു എന്നുള്ളൂ. ഇനി മിക്സിയുടെ ജാറിലാവുമ്പോൾ നമുക്കില്ലേ ചെറുതാക്കി അരിയണം നെല്ലിക്ക. ഇതിപ്പോൾ അമ്മിക്കല്ലാവുമ്പോൾ നമുക്ക് കുറച്ച് വലുതാക്കിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ നന്നായിട്ട് അരച്ചെടുക്കട്ടെ. നല്ല പോലെ അരച്ചെടുക്കണമെന്നൊന്നുമില്ല, ചെറിയൊരു തരിയോടുകൂടി നമുക്ക് എടുക്കാം. ഇനി നന്നായിട്ട് അരച്ചാലും ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് മുറിച്ചിടാം. ഞാനെന്തായാലും അമ്മിക്കല്ലിലായതുകൊണ്ട് മുറിച്ചിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത്. 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് എടുക്കാം. എന്തായാലും നല്ല ടേസ്റ്റാണ്. എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വന്നിട്ട് ഒരു രക്ഷയില്ല. എന്തായാലും ഇനി അടുത്ത് ഉപ്പ് ആഡ് ചെയ്യാം, വെളുത്തുള്ളി ആഡ് ചെയ്യാം, തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ ഞാൻ ഒരു തേങ്ങയുടെ ഒരു മുറിയാണ് എടുത്തിരിക്കുന്നത്. ചൂട് ചോറിലേക്കാണെങ്കിൽ അതിലേക്ക് നമ്മൾ പെനച്ചിടാം കേട്ടോ. പിന്നെ നമുക്ക് 3 തണ്ട് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അരയ്ക്കാൻ. എല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി നല്ലൊരു അരച്ചിട്ട് അങ്ങോട്ട് എടുത്തിട്ട് നല്ല ചൂട് കഞ്ഞിൻ്റെ കൂടെ അങ്ങോട്ട് കഴിച്ചാലേ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അപ്പം ചൂട് കഞ്ഞിക്കാണ് ഇത് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. ഇനിയിപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന സ്പെഷ്യൽ തന്നെയാണ്. പിന്നെ നമ്മൾ ആ ഒരു ടേസ്റ്റ് അറിഞ്ഞപ്പോൾ നമ്മൾ ആ വീഡിയോ എടുത്തു എന്നുള്ളൂ. നല്ല ടേസ്റ്റ് തോന്നിയപ്പോൾ എനിക്ക് തോന്നിയെന്ന് ആ വീഡിയോ എടുത്തിട്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിലേക്ക് ആ വീഡിയോ കൊണ്ടുവരാമെന്ന്. അപ്പോൾ ആ എല്ലാം നമ്മൾ അരച്ചെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അമ്മിക്കല്ലിലാകുമ്പോൾ നന്നായിട്ട് ഉരുട്ടി എടുക്കാം. ഇനിയിപ്പോൾ ആ ഉരുട്ടി എടുത്താലും നമുക്ക് ആ അമ്മിക്കല്ലിൽ 2 പിടി ചോറിട്ടിട്ട് അതും കഴിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എന്തായാലും ഒഴിക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂട് കഞ്ഞിയുടെ കൂടെ കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക, കമൻറ്റ് ഇടുക കേട്ടോ. നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു ദിവസം വരാം. ബൈ.